ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയം കാത്തുകൊള്ളുക. അതിൽ നിന്നല്ലോ ജീവന്റെ ഉത്ഭവം വരുന്നത്, അതിൽ നിന്നല്ലോ ജീവിത പ്രശ്നങ്ങൾ വരുന്നത്. ഈ ക്രിസ്തീയ ലോകത്ത് ദൂതഗണങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് പ്രധാന 3 ദൂതഗണങ്ങളെ പറ്റി ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ബേസ്ഡ് ആകാൻ പോവുക. അതിനെപ്പറ്റി നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുക. ഒന്ന്, ആർക്കേഞ്ചൽസ്, പ്രധാന ദൂതന്മാർ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന സ്വർഗത്തിൽ നിന്നിറങ്ങി ഓ സ്വർഗത്തിൽ നിന്നിറങ്ങി എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. പ്രധാന ദൂതന്മാരുണ്ട്, ആർക്കേഞ്ചൽസ് എന്ന് പറയും. മീഖായേൽ, ഗബ്രിയേൽ, റാഫായേൽ, യൂറിയേൽ. ഇതിനകത്ത് ചില ദൂതന്മാർ ഞാൻ പേര് പറഞ്ഞത് യഹൂദന്മാരുടെ ഗ്രന്ഥത്തിൽ മാത്രമുള്ളതാണ്. പക്ഷെ നമ്മുടെ ബൈബിളിൽ ഗബ്രിയേലിനെ പറ്റി പറയുന്നുണ്ട്, മീഖായേലിനെ പറ്റി പറയുന്നുണ്ട്. ഏൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? ഏൽ എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ ദൈവം. ഏൽ എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ എൽ ഷദായ്, ഇസ്രായേൽ, എലോഹീം, എൽ ഷദായ്. ഏൽ എന്ന് പറയുമ്പോൾ ദൈവത്തെ കുറിക്കുന്നു. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്റെ പേരെന്നാടാ? ഇവിടെ പുനലൂരൊരു സ്കൂളാണ്, ഞാൻ പേര് പറയുന്നില്ല. ഞാൻ പറഞ്ഞ്, ജോയൽ, നിനക്കൊരു എല്ല് കൂടുതൽ. എന്നോട് എന്താ പറഞ്ഞേ? നിനക്കൊരു എല്ല്. കാരണം എൻ്റെ എല്ലെന്ന് അവസാനിക്കുന്നുണ്ട്. എന്നെ കളിയാക്കി പറഞ്ഞു, നിനക്കൊരു എല്ല് കൂടുതൽ. അവര് പ്രവചനാത്മാവിൽ പറഞ്ഞതായിരിക്കും, ഇന്ന് കർത്താവിൻ്റെ ഒരു എല്ല് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു എല്ല് എൻ്റെ മേലുണ്ട്. ഒരു എല്ല് കൂടിയിരുന്നാലും കുഴപ്പമില്ല, അത് കർത്താവിന് വേണ്ടിയായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഏൽ എന്ന് പറയുന്നത് ദൈവത്തെ സിഗ്നിഫൈ ചെയ്യുന്നു, ദൈവത്തെ പറയുന്നു. ഒന്ന് ആർക്കേഞ്ചൽസ്, പ്രധാന ദൂതന്മാർ. രണ്ടാമത് സാറാഫുകൾ. സാറാഫുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 ചിറകുകൊണ്ട് പറക്കുന്നു, 2 ചിറകുകൊണ്ട് അവരുടെ മുഖം മൂടുന്നു, 2 ചിറകുകൊണ്ട് അവർ കാലുകളെ മൂടുന്നു. അവർ ദൈവത്തിന് ചുറ്റും നിന്ന് പരിശുദ്ധൻ 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 നിന്ന് ദൈവത്തെ ആരാധിക്കുന്നവര് സാറാഫുകൾ. പക്ഷേ ഇന്നത്തെ നമ്മുടെ ചിന്ത ഇതൊന്നുമല്ല. കെറൂബുകളാണ്, ചെറൂബ്സ്. ആരാ കെറൂബ്? ഞാനിത് പറയുമ്പോൾ എസെക്കിയേലിന്റെ പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം നിങ്ങളാരും എടുക്കണ്ട, നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ആരായിരുന്നു ഒരു കെറൂബ്? ലൂസിഫർ ഒരു കെറൂബായിരുന്നു. സാത്താൻ ഒരു കെറൂബ. മഹനീയമായ അവനെ സൃഷ്ടിച്ചു. നീ ദൈവത്തിന്റെ തോട്ടമായ ഏതിനിലായിരുന്നു? താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ. ഇത്ര മഹത്തായ ഒരു വ്യക്തി. ഇംഗ്ലീഷിൽ പറയുന്ന അദ്ദേഹത്തിന്റെ ദേഹത്തുനിന്ന് പൈപ്സ് ഉണ്ട്. ബൈബിളിലെങ്ങ് അദ്ദേഹം ഒരു വർഷിപ്പ് ലീഡറാണെന്ന് പറയുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ദേഹത്തിൽ നിന്ന് ഒരുപക്ഷെ മ്യൂസിക് വരുന്നത് കൊണ്ടായിരിക്കണം അത് പറയുന്നത്. ഇത്രയും ശ്രേഷ്ഠനായ ഒരു വ്യക്തി. ആർക്കും തരാത്തത് ദൈവം നിനക്ക് തരുമ്പോൾ നീ എന്നും സൂക്ഷിക്കണം. ആർക്കും കിട്ടാത്തത് നിന്റെ കരങ്ങളിൽ ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നു? എത്ര പേര് അത് വിശ്വസിക്കുന്നു? പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്ത തെറ്റ്? എല്ലാവരും നമ്മുടെ അടുത്ത് പറയുന്നത് ദൈവമായിട്ട് അവൻ മത്സരിച്ചു. തെറ്റ്. ഇതറിയണമെങ്കിൽ വചനത്തിൽ നിന്ന് തന്നെ ശ്രദ്ധയോടെ വായിക്കണം. പക്ഷേ സാത്താൻ എവിടാ വീണ പോയത്? ഞാൻ ഈ പറയുമ്പോൾ തന്നെ മോനെ, യെശയ്യാവ് 14:12 തൊട്ട് നമുക്ക് വായിക്കാം. ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം ദ ബെയറർ ഓഫ് ലൈറ്റ്, പ്രകാശം വഹിക്കുന്നവൻ, അല്ലെങ്കിൽ ദ മോർണിംഗ് സ്റ്റാർ, പ്രഭാത നക്ഷത്രം. നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വേറിട്ട് നിലത്ത് വീണു? അടുത്ത വാക്യം, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷക്കും ഇതേ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നു കൊള്ളും. അടുത്ത വാക്യം, ഞാൻ മേഘോന്നതകൾക്കും ഇതേ കയറും,
ഞാൻ അത്യുന്നതനോട് എന്നല്ലൊന്ന് ഈ ഹൃദയത്തിൽ പറഞ്ഞത്. അവൻ വാ കൊണ്ട് പറഞ്ഞില്ല, അവൻ കൈ കൊണ്ടൊന്നും ചെയ്തില്ല, അവൻ്റെ പ്രവൃത്തി കൊണ്ട് അവനൊന്നും ചെയ്തില്ല. അവൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, അവൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, അവൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, ഞാൻ ദൈവത്തോട് സമനാകും. നീ എന്തിനും നിന്റെ ഹൃദയം കാക്കണം? സുവിശേഷങ്ങളും കർത്താവ് പറയുന്നു, ഇതാ സ്വർഗത്തിൽ നിന്ന് മിന്നൽ പോലെ സാത്താൻ വീഴുന്നത് ഞാൻ കണ്ടു. നീ വീഴാതിരിപ്പാൻ നിന്റെ ഹൃദയം കാക്കണം. ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ നിങ്ങളുടെ ഹൃദയം ദൈവദാസന്മാർക്കെതിരെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും നിങ്ങളുടെ താഴ്ചയുടെ കാരണം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിനെതിരെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ, അതവിടെ ഉണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ താഴ്ചയുടെ കാരണം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ജോയലെ, ഞാനൊരു മനുഷ്യനാ, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവദാസനെതിരെ എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ട്, ദൈവത്തിനെതിരെ എനിക്ക് ചിന്ത വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അങ്ങനെ ചിന്ത വന്നിട്ടുള്ളവർ, നിങ്ങൾ താഴാതിരിപ്പാൻ നിങ്ങളുടെ ഹൃദയം കാത്തുകൊള്ളുകയും, നിങ്ങൾ താഴാതിരിപ്പാൻ നിങ്ങളുടെ ഹൃദയം കാത്തുകൊള്ളുകയും, നിങ്ങൾ താഴാതിരിപ്പാൻ നിങ്ങളുടെ ഹൃദയം കാത്തുകൊള്ളുകയും. കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാട്ടെ, ചേർന്ന് പറഞ്ഞാട്ടെ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് പത്രോസിന്റെ ഇല്ല അതിന്റെ ഉത്തരം. 1 പത്രോസ് 5:5. ശരിക്കും നമ്മൾ എന്താ ചെയ്യണ്ടേ? സാത്താൻ എന്തായിരുന്നു ശരിക്കും ചെയ്യേണ്ടേ? ലൂസിഫർ എന്തായിരുന്നു ശരിക്കും ചെയ്യേണ്ടേ? 1 പത്രോസ് 5:5. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. മൂപ്പന്മാരെന്ന് പറയാം പ്രായത്തിലും ആത്മീകത്തിലും എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ദൈവം നിഗളികളോട് പെട്ടെന്ന് വന്നേ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. ദൈവം നിഗളിയോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക, ഇതാ എതിർത്ത് നിൽക്കുക. പ്രാർത്ഥിക്കുന്നുണ്ട് പാസ്റ്ററെ, ദൈവം ചിലപ്പം നമുക്ക് എതിരായിരിക്കും. അത് ഞാൻ ഇപ്പോൾ വചനത്തിൽ നിന്ന് കാണിച്ചു തരാം. അവൻ താഴ്മയുള്ളവർക്ക് കൃപ നൽകും. കൃപ എന്താണെന്നറിയാവോ? ഇതാ കൃപ. ദൈവം കൂടെ നടക്കുന്നതാ കൃപ. ദൈവം സഹായിക്കുന്നതാ കൃപ. ദൈവം ശക്തി തരുന്നതാ കൃപ. ദൈവം നമ്മളെ ഉന്നതകളിലേക്ക് നയിക്കുന്നതാ കൃപ. എത്ര പേര് സ്തോത്രം ചെയ്യും? എത്ര പേര് സ്തോത്രം ചെയ്യും? അതുകൊണ്ട് നിഗളത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, നിഗളത്തോടെ ഉപവസിക്കാം, നിഗളത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കയറാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 18-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ഇവിടെ നമ്മൾ കാണുന്ന ഒരു രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ചുങ്കക്കാരനും ഒരു പരീശനും കൂടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരിക. ഒരാൾ പെർഫെക്റ്റാ തൻ്റെ പ്രാർത്ഥനയിൽ, തൻ്റെ ഉപവാസത്തിൽ. ഞാനീ പറയുന്നത് നിഗളമായ പ്രാർത്ഥനക്കാരെ പറ്റി, ഇന്ന് എല്ലാവരെയും പറ്റിയും പറയണം. ഈ പരീശൻ പറയാം, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അടുത്തത്, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചിട്ട്, ദൈവമേ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അവൻ നീതീകരിക്കപ്പെട്ടവനായി. ആര് നീതീകരിക്കപ്പെട്ടവനായി? ഉപവസിച്ചവനല്ല, പ്രാർത്ഥിച്ചവനല്ല, തൻ്റെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ താഴ്ത്തിയവൻ. തൻ്റെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ താഴ്ത്തിയവൻ. എന്നൊരു പ്രാർത്ഥന നിഗളിയാകരുത്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ താഴുക. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല എൻ്റെ ഉയർച്ചകളുടെ കാര്യം എൻ്റെ അമ്മച്ചിയായിരുന്നു. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ അമ്മച്ചിയെ ഞാൻ ആദ്യമേ ഫോൺ വിളിക്കും. എൻ്റെ അമ്മച്ചിയും ഞാനും കൂടെ 7:30 ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്തൊക്കെ വിഷയങ്ങൾ കോളേജിൽ വന്നാലും ഞാൻ അമ്മച്ചിയെ വിളിക്കുമ്പോൾ അമ്മച്ചി പറയും, നീ വിഷമിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചു. നീ വിഷമിക്കണ്ട, ഞാൻ. അതിനകത്തൊരു അർത്ഥമുണ്ട്. 60-70 വർഷമായി എനിക്കൊരു ദൈവത്തെ അറിയാം. അവൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത്. ഒറ്റ വാക്ക് എൻ്റെ ഹൃദയം തണുക്കും. എൻ്റെ അമ്മച്ചി ഇപ്പം ഇവിടെ ഇല്ല, യേശു കർത്താവിൻ്റെ കൂടെ ആയിരിക്കും.
പക്ഷെ ഒരു ദിവസം അമ്മച്ചി എടുത്ത് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇന്ന് ഏത് പാട്ടാ പഠിക്കണ്ടേ? ഞാൻ പറഞ്ഞു, ക്രിസ്തൻ എന്ന് പറയുന്നൊരു പാട്ടുണ്ട് അമ്മച്ചി, ക്രിസ്തന്. അമ്മച്ചി അത് തപ്പിയെടുത്തിട്ട് എന്നെ പഠിപ്പിച്ചു. അതിൻ്റെ ഒരു വരികൾ എൻ്റെ ഹൃദയത്തിൽ ഇന്നുമുണ്ട്. യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കും. യേശുവിൽ നിത്യം ജീവിപ്പാൻ, യേശുവിൽ നിത്യം ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കും. ഉറപ്പിക്കണേ എന്നാ നിറയ്ക്ക എന്നെ ശുദ്ധ. ഉറപ്പിക്കണേ എന്നാ നിറയ്ക്ക എന്നെ ശുദ്ധ. ക്രിസ്തൻ, ഓ ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ഹല്ലേലൂയ. നമ്മൾ എന്തിനു നമ്മുടെ ഹൃദയത്തെ കാക്കണം? നമ്മൾ വീഴാതിരിപ്പാൻ. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ഇത്രയും മനസ്സിലായോ? നമ്മൾ കഴിയാറായി. 2, നീ വീഴാതിരിപ്പാൻ നിന്റെ ഹൃദയത്തെ കാക്കുക. 2, ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വിളി നിങ്ങളുടെ മേൽ വരുവാൻ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കാക്കണം. ദൈവത്തിന്റെ വിളി നിങ്ങളുടെ മേൽ വരുവാൻ, ഇന്ന് ദൈവത്തിന്റെ വിളി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കാക്കണം. ആധാരമായി എടുക്കുന്ന വാക്യം 1 ശമൂവേൽ 16:7. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ, ചേർന്ന് വായിച്ചോട്ടെ, അവന്റെ മുഖമോ. ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ മുഖമോ പൊക്കമോ ഒന്നും നോക്കരുത്, എടുത്ത് ചാടിക്കണം. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. ഇത് ആരെ നോക്കരുതെന്നാ? ഇശയ്യായുടെ വീട്ടിൽ ചെന്ന് ശമൂവേൽ നിൽക്കുക, അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ആദ്യമേ വന്ന് നിന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ ചെന്ന ഒരു ഭീമൻ രഘു വന്ന് നിൽക്കുക, നല്ല തടിയും മാസവും ഒക്കെ കൊണ്ട് 2 പേരെ പൊക്കിയെടുത്ത് അടിക്കുക. ദൈവം പറയും, ഇവന് ഞാൻ ഒരു കാര്യം കാണുന്നില്ല. അങ്ങനെ എല്ലാവരും പോയി. ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. എന്താ ദാവീദിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത? എന്താ ഇവന്റെ ഉള്ളിൽ ഇത്രയും പ്രത്യേകത? വലിയ ബിംബന്മാരെ കർത്താവ് തള്ളുകയാ, ദാവീദിനെ തെരഞ്ഞെടുക്കുന്നു. അത് കാണണമെങ്കിൽ 1 ശമൂവേൽ 17:37 അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ ഹൃദയം കാണുക. ദാവീദ് പിന്നെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്തീന്റെ കയ്യിൽ നിന്നും അവൻ എന്നെ രക്ഷിക്കും. ഹൃദയത്തിന്റെ ഉറപ്പ്. അവൻ ആ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും അവനെ നിരുത്സാഹപ്പെടുത്തുക. നീ കൊച്ചു പയ്യനില്ലേ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ ഹൃദയം അവൻ കാത്തു. ഇന്ന് പകൽക്കാലം വേറെ ആരും പറയുന്നത് നീ ശ്രദ്ധിക്കാതെ ദാവീദിനെ പോലെ ചേർന്ന് വായിക്കാം. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ, ചേർന്ന് വായിക്കാം. സിംഹത്തിന്റെ കയ്യിൽ നിന്നും, നിങ്ങൾ ചേർന്ന് വായിക്കുന്നില്ലല്ലോ. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. ഒരിക്കൽ കൂടെ, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച ഒരു യഹോവയെ എനിക്കറിയാം. ഈ ഫെലിസ്തീനെ അവൻ എന്റെ കാലിന്റെ കീഴിൽ തരോ. കർത്താവ് ഇന്നലെ ഇടപെട്ടതാണ്.
നിന്റെ ഫെലിസ്തീൻ ഇനി നിന്നെ ബാധിക്കുകയില്ല. നിന്റെ ഫെലിസ്തീനെ നീ തോൽപ്പിക്കും. നിന്റെ രോഗത്തെ നീ തോൽപ്പിക്കും. നിന്റെ കടബാധത്തെ നീ തോൽപ്പിക്കും. നീ ജയിക്കും. അതിന് ഒരേ ഒരു കണ്ടീഷൻ, നിന്റെ ഹൃദയത്തിൽ ഒറ്റുറപ്പ്. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച എന്നെ യഹോവ. മുട്ടങ്കി വർഗീസ് അപ്പച്ചൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതി. അത് എല്ലാരും പാട്ട് മാറ്റി. അത് എഴുതി ജയം ലഭിച്ചോർന്ന എല്ലാരും അത് ദയ ലഭിച്ചോറാക്കി. അദ്ദേഹം സാക്ഷ്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ജയം ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനും യോഗ്യൻ ക്രിസ്തു അത്രേ. ഓ ജയം ലഭിച്ചോർ നാം, കരങ്ങളെ, അതിനും യോഗ്യൻ. ഒരിക്കൽ കൂടെ പറ, ജയം ലഭിച്ചോർ, ജയം ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനും. ഓ മാധുര്യരാഗമാം ഗീതങ്ങളാണ് അവനെ നാം ഉയർത്തിടാം. ഓ മാധുര്യരാഗമാം ഗീതങ്ങളാലെ ജയം ലഭിച്ചവരെ പോലെ പാടിയാട്ടെ. ജയം ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനും യോഗ്യൻ ക്രിസ്തു അത്രേ. ജയം ലഭിച്ചോർ നാം, അതിനും യോഗ്യൻ. ഓ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ പുകഴ്ത്തിടാം. ഹല്ലേലൂയ. അതുകൊണ്ട് സദൃശവാക്യം 23:7 പറയുന്നത്, ഒരുവൻ മനസ്സിൽ എന്ത് വിചാരിക്കുന്നു അതാകുന്നു അവൻ. ഞാനാകുന്ന ഈ ജോയല് ഇട്ടിരിക്കുന്ന ഈ ഷർട്ടും ഈ പാൻറ്റും അല്ല, എൻ്റെ ഹൃദയമാണ് ഞാൻ. നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങൾ. അതാ ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. 22-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ചർച്ചിലേക്ക് കയറി പോകുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു അപ്പച്ചൻ ഫ്രണ്ടിൽ നിൽക്കുക. ഈ പാവപ്പെട്ട അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, അപ്പച്ച സുഖമല്ലേ? കാരണം ഹൃദയത്തിൽ എളിമയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിൽ ചെന്ന് എന്തുകൊണ്ട് അപ്പച്ച സുഖമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചർച്ചിലേക്ക് കയറുക, കണ്ടുകൊണ്ട് നിന്നതേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഗെറ്റപ്പിൽ ഒരാൾ നിൽക്കുക, പാൻറ്, ഷർട്ട്, ഷൂസ്. എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്നാ? ഞാൻ പറഞ്ഞു ജോയൽ. ഈ പ്രാവശ്യം എല്ല് കൂടുതലാണെന്നൊന്നും പറഞ്ഞില്ലേ. എന്നോട് ചോദിച്ചു എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു ഞാൻ എൻജിനീയറിങ് പഠിച്ചിട്ട് ഇതിൻ്റെ അവസാനത്തെ വർഷം. എൻ്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, അതെനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. പുള്ളി എന്നെ നോക്കി, എന്നെ ഒരു മിനിറ്റ് ഇങ്ങനെ നോക്കി. അദ്ദേഹത്തിന് പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ജോലിയുള്ളപ്പോൾ, ജോലി വേണ്ടിയപ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി, ഞാനൊരു എൻജിനീയറിംഗ് കമ്പനിയുടെ ഉടമയാണ്. അവൻ നിങ്ങൾക്കായി കരുതാൻ തുടങ്ങി. മാമോനെ ഞാൻ എൻ്റെ കാലിൻ്റെ അടി വെച്ചപ്പോൾ ദൈവം എൻ്റെ യജമാനനായി. എൻ്റെ ദൈവം യജമാനനാകുമ്പോൾ ഭൂമിയും നിറവും യഹോവയ്ക്കുള്ളത്. ഈ ഭൂമിയും നിറവും യഹോവയ്ക്കുള്ളത്. നീ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നീ കർത്താവിൽ റെസ്റ്റ് ചെയ്യുക. കർത്താവിൽ റെസ്റ്റ് ചെയ്യുക. കർത്താവിൽ നീ റെസ്റ്റ് ചെയ്യുക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഒരു സ്ഥലത്തെത്തിക്കും, നിങ്ങളുടെ കഴിവല്ലെന്ന് തെളിയിക്കുന്നിടം വരെ. നിങ്ങളെ മസിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല. നിങ്ങളുടെ കഴിവല്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് കർത്താവ് എത്തിക്കും. എന്നിട്ട് കർത്താവ് പറയും, ഇതെന്റെ കൃപയാണ്. എൻ കഴിവല്ലേ, മികവല്ലേ, അറിവല്ലേ നാഥ, കഴിവല്ലേ, മികവല്ലേ, അറിവല്ലേ നാഥ, കഴിവല്ലേ, മികവല്ലേ, അറിവല്ലേ നാഥ, കഴിവല്ലേ, മികവല്ലേ, അറിവല്ലേ. നീ നൽകിയതല്ലാതില്ലൊന്നും എൻ കൈകളിലില്ലപ്പാ സ്തോത്രം. ഇതു കൃപയാണേ, കൃപയാണേ നാഥ. പാടിയാട്ടെ. ഇതു കൃപയാണേ, കൃപയാണേ. ഓ
ഇത് കൃപയാണേ കൃപയാ, ഇത് കൃപയാ, ഇത് കൃപയാണേ. ഒന്ന്, നീ താഴാതിരിപ്പാൻ നിന്റെ ഹൃദയം കാത്തുകൊള്ളുക. രണ്ട്, ദൈവത്തിന്റെ വിളി ദാവീദിനെ പോലെ നിന്റെ മേൽ പിടിച്ച് വരുവാൻ ഹൃദയം കാത്തുകൊള്ളുക. മൂന്ന്, ഇത് വളരെ ശ്രദ്ധാപൂർവം എന്നെ എല്ലാവരും ശ്രമിക്കും. ഇതെല്ലാവർക്കും വേണ്ടിയതാണ്. മൂന്ന്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കാക്കണം. എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ നിങ്ങളുടെ ഹൃദയം. 1 യോഹന്നാൻ 3:21 വളരെ 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 പ്രാധാന്യമുള്ളത്, വളരെ പ്രാധാന്യമുള്ളത്. എല്ലാവരും ഇത് വായിക്കണം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട്, അടുത്ത വാക്യം, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് നാം എന്ത് യാചിച്ചാലും അവങ്ങളിൽ നിന്ന്. നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റം വിധിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഒരിക്കലും നിങ്ങളുടെ ഉത്തരങ്ങൾ വരികയും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്കെതിരെയുള്ള കൈയെഴുത്തുകളെ അവൻ ക്രൂശിൽ ആണികൊണ്ട് തറച്ചു. ഹൃദയം ഫ്രീ ആകാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് പോകുമ്പോൾ നീ ഏറ്റവും വലിയ പാപിയായിരിക്കും, നീ ഏറ്റവും വലിയ പാപിയും ദൂഷണം പറയുന്നവനുമായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിന്റെ ഹൃദയം നീ ഫ്രീ ആക്കാതെ നീ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ വചനത്തിന്റെ മനസാക്ഷി, നിങ്ങളുടെ ഹൃദയം ദൈവം രക്തം കൊടുത്ത് വാങ്ങിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്കെതിരെ നിൽക്കരുത്. എതിരെ നിന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തേക്ക് പോകില്ല. ഇന്ന് പകൽക്കാലം ദൈവിക മനസാക്ഷി നിങ്ങളുടെ ഹൃദയത്തിൽ കയറട്ടെ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം, നമ്മൾ ഈ ഒരു വാക്യം കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക. എബ്രായർ 9:14 ഈ ഒറ്റ വാക്യം കൊണ്ട് നമ്മളിവിടെ മാറ്റാൻ പോവാം. ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പം നിങ്ങളുടെ മനസാക്ഷിക്കകത്ത് നിർജീവ പ്രവൃത്തികളുണ്ട്. അത് മാറിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന, നമ്മൾ ആദ്യമേ പ്രാർത്ഥിച്ചു, നിഗളമായി പ്രാർത്ഥിച്ചാൽ ദൈവം. 2, നിങ്ങളുടെ മനസ്സ് ദൈവത്തിനെതിരാണെങ്കിൽ, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഇന്നിവിടുന്ന് പോകുമ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ട പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ദൈവം ഒഴിക്കുന്ന പരിപാടി ദൈവത്തിനില്ല. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, നീ മുൻപുള്ളവയെ നനയ്ക്ക വേണ്ട എന്നാ ബൈബിൾ പറയുന്നത്. ദൈവത്തിന് പുതിയൊരു കാര്യം ചെയ്യണമെങ്കിൽ പുതിയൊരു ഹൃദയം നിങ്ങൾ തുറന്നു കൊടുത്തേ മതിയാകും. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ പുതിയതൊന്ന് തുറന്നു കൊടുത്തേ മതിയാകൂ. കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാ നമ്മളെ. ഞാനിവിടെ അവസാനിപ്പിക്കാം. 1, നീ താഴാതിരിപ്പാൻ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. 2, ദൈവത്തിന്റെ വിളി നിന്റെ മേൽ വരുവാൻ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. 3, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുവാൻ നിന്റെ ഹൃദയത്തെ നീ കാത്തു. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. കരങ്ങളെ അടിച്ച്, കുഞ്ഞാട്ടിൻ തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതി നീരത്തെത്തും
ചേച്ചിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടി വണങ്ങുന്നു. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നു ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടി വണങ്ങുന്നു. ഹല്ലേലൂയ. നാം താഴാതെ വണ്ണം നമ്മുടെ ഹൃദയം ചേർന്നു. നാം താഴാതെ വണ്ണം നമ്മുടെ ഹൃദയം, ദൈവത്തിന്റെ വിളി നമ്മുടെ മേൽ വരുവാൻ നമ്മുടെ ഹൃദയം, നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചേരുവാൻ നമ്മുടെ ഹൃദയം. എത്ര പേര് വിശ്വസിക്കുന്നു? വചനം നിങ്ങളോടാണ്.